സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥന അത് നിഖ്യാ സുനഗദോസിൽ അന്നത്തെ സഭ മുഴുവനും കൂടി കണ്ടെത്തിയ ഒരു പ്രാർത്ഥനയാണ്. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് അങ്ങനെയാണ്. നിഖ്യാ വിശ്വാസ പ്രമാണം നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഭകളിലെയും അംഗങ്ങൾ അംഗീകരിക്കുന്ന വിശ്വാസ പ്രമാണമാണ് അത്. AD 325 നമ്മുടെ വിശ്വാസം ഒന്നായിരുന്നു എന്നർത്ഥം. അതിനെക്കുറിച്ച് പറയാനല്ല ഞാനത് സൂചിപ്പിച്ചത്. അതിൻ്റെ 1700-ാം വാർഷികമാണ് ഈ വർഷം. അതാഘോഷിക്കാനായിട്ടുള്ള ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും KCC കേരള ക്രിസ്ത്യൻ കൗൺസിലും KCBC കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസും ഇൻ്റർ ചർച്ച് കൗൺസിലും എല്ലാം സജീവമായിട്ട് യോഗങ്ങൾ കൂടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നവംബർ 18 എറണാകുളത്ത് POCയിൽ വെച്ച് ഒരു വലിയ ആഘോഷം നടക്കുന്നു. രാവിലത്തെ സമയത്ത് പണ്ഡിതരായ ആളുകൾ നിഖ്യാ സുനഗദോസിൻ്റെ ഉള്ളടക്കത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉച്ച കഴിഞ്ഞ് നമ്മുടെ ശ്രേഷ്ഠ ബാവ മുതലായ എല്ലാ വ്യക്തിസഭകളുടെയും അധ്യക്ഷന്മാരുടെ അധ്യക്ഷതയിൽ നാം ഒരു വലിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം ജനുവരിയിൽ ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ ഒരു സമ്മേളനവുമുണ്ട്. അതേക്കുറിച്ച് ജനറൽ സെക്രട്ടറി അഭിമന്യ ഔഗീൻ കുര്യാക്കോസ് തിരുമേനിയും കത്തുകളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. എന്നോടിപ്പം ചിലർ ചോദിക്കാറുണ്ട്, പിതാവ് അല്ലെ തിരുമേനി ഇപ്പോൾ ഈയിടെയായിട്ടൊരു പുതിയ വേഷത്തിലൊക്കെയാണല്ലോ പ്രത്യക്ഷപ്പെടുന്നതെന്ന്. അത് ശരിയാണ്. അതൊന്ന് വിശദീകരിച്ചേക്കാം. അതായത് ഫ്രാൻസിസ് പാപ്പ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരു കർദിനാളിനെ നിയമിച്ചപ്പോൾ അദ്ദേഹം സീറോ മലബാർ സഭയിൽ നിന്നുള്ള ആളാണ്. പ്രവർത്തിക്കുന്നത് ലത്തീൻ സഭയിലാണ്. ജോർജ് കൂവക്കാട് എന്ന് പറയും. അദ്ദേഹത്തെ കർദിനാളാക്കി ഉയർത്തിയപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, നിങ്ങളുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ള വേഷവിധാനങ്ങളോടെ വേണം ഇനി പ്രത്യക്ഷപ്പെടാൻ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട വേഷമാണ് ഇത്. ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്. അതായത് ബെനഡിക്റ്റ് പാപ്പായാണ് എന്നെ കർദിനാളാക്കി ഉയർത്തിയത്. അത് 2012 അത് കഴിഞ്ഞ് അദ്ദേഹം അധികകാലം ശുശ്രൂഷ ചെയ്തില്ല. പിന്നീട് ഫ്രാൻസിസ് പാപ്പ വന്നു. ഈ ഫ്രാൻസിസ് പാപ്പയുടെ കാലത്താണ് എൻ്റെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള ശുശ്രൂഷ കൂടുതലായി നിർവഹിക്കപ്പെട്ടത്. മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ സിറോ മലബാർ സഭയുടെ കാതോലിക്ക ബാബ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അത് പിന്നെ റോമിൽ നിന്ന് തരാത്ത സ്ഥിതിക്ക് അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പറയണമെന്ന് നിർബന്ധിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാ സഭയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ. അതുപോട്ടെ, ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ കർദിനാളായതിന് ശേഷം കറുത്ത ലോവയിലോ വെള്ള ലോവയിലോ ഈ ചുമന്ന കെട്ടും മാത്രമായിട്ട് നടന്നപ്പോൾ ഒരു ദിവസം പാപ്പ എന്നെ വിളിച്ചിങ്ങനെ യാദൃശ്യമായിട്ട് വിളിച്ചതാണ്. ഇങ്ങനെയുടെ തലയിൽ ഒന്നുമില്ലല്ലോ. ഈ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് തലയിലൊരു നല്ല മനോഹരമായ പേര് ഉപയോഗിച്ചില്ല, മസനം ഷാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, എൻ്റെ തലയിലുണ്ട്, പക്ഷേ അല്പമേ ഉള്ളൂ, അത് ഉള്ളിലാന്ന് പറഞ്ഞു. പിതാവ് ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോഴന്ന് ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് പുതിയ കർദിനാൾ വന്നപ്പോൾ ഈ വേഷവിധാനം അംഗീകരിച്ചു കൊടുത്തതും അതിനുശേഷം ഞാനും അദ്ദേഹത്തോടൊപ്പം ഇത് ധരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരല്പം ജനറൽ നോളജ് കത്തോലിക്ക സഭയിലെ
കർദിനാളന്മാരെ കുറിച്ച് ഉണ്ടായല്ലോ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏതായാലും അതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ വേഷമെടുത്തതെന്ന് ചോദിച്ചാൽ, സീറോ മലബാർ സഭയുടെ പാരമ്പര്യം ഈസ്റ്റ് സിറിയൻ ചർച്ചിൻ്റെ പാരമ്പര്യമാണ്. എന്ന് വെച്ചാൽ അസീറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റും നമുക്ക് ഏറ്റവും പ്രിയങ്കരരായ അഭിവന്യ ഔഗീൻ കുര്യാക്കോസ് തിരുമേനിയുടെ ഗൽദായ സഭയോടുമൊക്കെയുള്ള ആ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങളെ രണ്ടുപേരും കണ്ട ഏകദേശം ഒരു അടുപ്പം തോന്നുന്നല്ലോ നിങ്ങൾക്ക്. ഏതായാലും അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ല ഇന്നത്തെ എൻ്റെ പ്രധാന വിഷയം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് മാർ ജോസഫ് തിരുമേനി കാതോലിക്കയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. സുസ്മേരവദനായ തിരുമേനിയുടെ സാമീപ്യം കൊണ്ടും സമ്പർക്കങ്ങൾ കൊണ്ടും സംസാരം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാവരുടെയും ഹൃദയങ്ങളെ കവരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് അടുക്കാനിടയായത്. നിങ്ങളാരും വിചാരിക്കരുത് ഈ കാതോലിക്ക ബാവ ആയതുകൊണ്ട് ഞാൻ അടുത്തുകൂടിയതാണ്. അല്ല, അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വളരെ അടുപ്പക്കാരായി. മാത്രമല്ല, ഈ ബാവ ആയതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ജനസമ്മതി, സഭകളുടെ അംഗീകാരം എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സഭകൾ മത്സരിക്കുകയാണെന്ന് തോന്നുന്നു ശ്രേഷ്ഠ ബാവയെ സ്വീകരിക്കാനായിട്ട്. ഇപ്പോഴിതായി നസ്രത്ത് മാർത്തോമാ ദേവാലയം നമ്മുടെ ശ്രേഷ്ഠ ബാവയെ സ്വീകരിക്കാനായിട്ട് എത്രയോ ഒരുക്കങ്ങളെല്ലാം നടത്തി ഈ സന്ദർഭം ഉരുവാക്കിയെന്ന് ഞാൻ പറയുകയാണ്. എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചത് ശ്രീ പ്രകാശ് പി ജോണാണ്. അദ്ദേഹം ഇവിടെ സെറാഫീൻ തിരുമേനി സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആത്മായ പ്രേഷിതനാണ്. അദ്ദേഹം നമ്മുടെ സഭകളുടെ ഐക്യത്തിന് വേണ്ടി KCCയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ സഭകളിലെയും അധ്യക്ഷന്മാരെ മാത്രമല്ല മറ്റ് തിരുമേനിമാരോടും എല്ലാം ബന്ധപ്പെട്ട് തൻ്റെ പ്രവർത്തനങ്ങളെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്തയിടെ മാവേലിക്കര ഭദ്രാസനത്തിൽ പുതിയ ഒരു തിരുമേനി ജോസ് ജോർജ് തിരുമേനി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോഴും പ്രകാശ് പി ജോൺ അവിടെ ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴങ്ങനെ ഞങ്ങളവിടെ സമ്മേളിച്ചപ്പോഴും ഈ പ്രകാശ് പി ജോണിൻ്റെ എക്യുമെനിസപരമായ സഭകളുടെ ഐക്യത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം ഞാൻ കേട്ടതാണ്. അത് അങ്ങനെയാണ്. അപ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞാൽ വളരെ വലുതാണ്. എൻ്റെ പ്രസംഗം നീണ്ടുപോകും. ഇനിയും തിരുമേനിമാരും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പൂതിരി ശ്രീ രാമൻ നമ്പൂതിരി അവറുകളുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പ്രസംഗമായിട്ടല്ലെങ്കിലും മീറ്റിങ്ങിന് മുമ്പ് ഒരു സംഭാഷണം നടത്തി. നമ്പൂതിരി വളരെയേറെ അറിവുള്ള ഒരു വ്യക്തിയാണ്. അത് ഹൈന്ദവ മതവിശ്വാസത്തിൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല, പൊതുവിൽ നമ്മുടെ ജനതാതാക്കളോടെല്ലാം അദ്ദേഹത്തിന് അടുപ്പമാണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. 2 പ്രാവശ്യം ശബരിമലയിൽ മേൽശാന്തിയായിരുന്നു. അത് ആരുടെയും സ്വാധീനത്തിൽ കയറി പറ്റിയതല്ല. അദ്ദേഹം പറഞ്ഞത് ലോട്ടറി അടിച്ച് അതിൻ്റെ ഭാഗ്യവും ഈശ്വരൻ്റെ അനുഗ്രഹവും കൊണ്ട് കിട്ടിയതാണെന്നാണ് രാമൻ നമ്പൂതിരി എന്നോട് പറഞ്ഞത്. ഏതായാലും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴങ്ങനെയുള്ള രാമൻ നമ്പൂതിരിക്കൊക്കെ ഇപ്രകാരം നമ്മുടെ ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കാനും നമ്മുടെ മാനവ ഐക്യം പ്രഘോഷിക്കാനും സാധിക്കുന്നത് വലിയ കാര്യമാണ്. ക്രിസ്തു യഹൂദരെന്നോ സമറിയാക്കാരെന്നോ ഗ്രീക്കുകാരെന്നുള്ള വ്യത്യാസം അന്ന് കാണിച്ചില്ല. ഇന്നായിരുന്നെങ്കിൽ ഭാരതത്തിലായിരുന്നെന്ന് വരികിൽ ഹൈന്ദവരെന്നോ മുസ്ലിങ്ങളെന്നോ അല്ലെങ്കിൽ ഇതര മതക്കാരെന്നോ ഉള്ള വ്യത്യാസം കാണിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അതേ ഒരു ചൈതന്യമാണ് നമ്മൾ ഈ സമ്മേളനത്തിലും കാണിച്ചിരിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. തിരുമേനി വളരെയേറെ ബൈബിളിൽ ജ്ഞാനമുള്ള വ്യക്തിയാണ്. തിരുമേനിയുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ അതുമാരും ബൈബിൾ വ്യാഖ്യാനങ്ങൾ സെമിനാരിയിലായിരുന്നപ്പോഴും വൈദികനായിരുന്നപ്പോഴും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒരിക്കൽ ഞാൻ POC ജോലി ചെയ്യുന്ന കാലത്ത് അടുത്തുള്ള മാർത്തോമാ പള്ളിയിൽ പോയി. യാദൃശ്യമായിട്ട് ചുമ്മാ പള്ളിയിൽ പോയതാണ്. അവിടുത്തെ ഡയറക്ടർ എന്നുള്ള നിലയിൽ അച്ഛനെ ഒരു മീറ്റിങ്ങിന് വിളിക്കാൻ പോയതാണ്. അപ്പോഴുണ്ട് നമ്മുടെ മാർത്തോമാ വൈദികൻ അവിടെ ഒരു മേശയിൽ
എല്ലാ ബൈബിൾ കമന്ററികളും തുറന്നു വെച്ചിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബൈബിളിൻ്റെ തന്നെ 2-3 വോളിയംസ് 2-3 പതിപ്പുകൾ വെച്ചിരിക്കുകയാണ്. POCയുടെ ബൈബിളും ഉണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തോ പ്രബന്ധങ്ങൾ വല്ലതും ഒരുങ്ങുകയാണോ എന്ന് ചോദിച്ചു. അല്ലല്ല, ഞാൻ അടുത്ത ഞായറാഴ്ചത്തെ ഹോമിലി തിരുവചന പ്രഭാഷണം ഒരുങ്ങുകയാണെന്ന് പറഞ്ഞു. ഈ മാർത്തോമ എല്ലാ അച്ഛന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ മാർത്തോമ വൈദികൻ്റെ ആ മാതൃക ഞാനെന്ന് വളരെയേറെ ഒരു ധന്മാതൃകയായിട്ട് സ്വീകരിച്ചു. ഇനി വേറൊരു മാർത്തോമ വൈദികൻ്റെ കാര്യം പറയാം. അത് ചങ്ങനാശ്ശേരിയുള്ളതാണ്. എനിക്ക് മാർത്തോമക്കാരോട് അടുപ്പമുണ്ടായിരുന്നു. നിങ്ങളെ ഇപ്പം കയ്യിലെടുക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏതായാലും ഈ മാർത്തോമ വൈദികൻ എന്നെ ഒരിക്കൽ വിളിച്ചു, നമുക്ക് തിരുവല്ല പുഷ്പഗിരി ആശുപത്രി ഒരു പോകാമെന്ന് പറഞ്ഞു. എന്താ കാരണം? എൻ്റെ അമ്മച്ചി കിടപ്പാണ്, മരിക്കാറായി, പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു. അന്ന് ഈ കത്തോലിക്ക വൈദികർക്ക് എനിക്കുൾപ്പെടെ സ്വയം പ്രേരിതമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഈ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ വായിക്കത്തുള്ളൂ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്നോട് പറയുക, എന്നാൽ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട്. ആകെപ്പാടെ അന്തം വിട്ടുപോയി. എനിക്ക് ഒരു പരിശീലനമില്ലല്ലോ എന്ന് വരിയിൽ എന്തൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറയുകയാണ്, സങ്കീർത്തനം 21 കൂടി ഒന്ന് ചൊല്ലിയാട്ടെ, 23 കൂടി ഒന്ന് ചൊല്ലിയാട്ടെന്ന്, നമ്മൾ കർത്താവിൻ്റെ ഇടയനാകുന്നെന്നുള്ളതാണ്. അന്ന് എനിക്ക് മനപ്പാടം അതറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സഭകളിലുമുള്ള വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ നമ്മളെ ധന്യമാക്കുകയാണ് ചെയ്യുന്നത്. ഈ ശ്രേഷ്ഠ ബാവായുടെ ബൈബിൾ വിജ്ഞാനത്തെക്കുറിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തിലും അവഗാഹമുള്ളവനാണ് നമ്മുടെ ബാവാ തിരുമേനി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കന്ന്. ഈ പാരമ്പര്യത്തിലുള്ള ഒരു വലിയ പിതാവാണ്, അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ഒരു വലിയ പിതാവാണ് ഇഗ്നേഷ്യസ് ഓഫ് ആൻറ്റിയോക്ക്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. അത് ഞങ്ങളൊക്കെ പഠിക്കുന്നത് ലത്തീൻ ഭാഷയിലാണ്. ലത്തീൻ ഭാഷയിൽ അത് ഇപ്രകാരമാണ്: ഊബി എപ്പിസ്കോപ്പൂസ് ഈബി എക്ലേസിയ എന്ന് പറഞ്ഞാൽ, എപ്പിസ്കോപ്പൂസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെ നമുക്കൊരു എപ്പിസ്കോപ്പ ഉണ്ട്, അപ്പുറം അല്ല സെറാഫിം എപ്പിസ്കോപ്പ. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ മെത്രാൻ. ഊബി എന്ന് പറഞ്ഞാൽ വേർ ഈസ് ദ ബിഷപ്പ്, ദെയർ ഈസ് ദ ചർച്ച്. ബിഷപ്പ് ഉള്ളിടത്താണ് സഭയെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അത് മെത്രാൻ മാത്രമാണ് സഭ എന്നുള്ള അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. പിന്നെയോ ഒരു സഭയ്ക്കൊരു മെത്രാൻ വേണം. എവറി ലോക്കൽ ചർച്ച് ഷുഡ് ഹാവ് എ ബിഷപ്പ്. ബിഷപ്പ് ഈസ് ദ യൂണിഫൈങ് ഫാക്ടർ ഓഫ് ദി എക്ലേസിയൽ കമ്മ്യൂണിറ്റി. സഭാ സമൂഹത്തെ ഐക്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് മെത്രാൻ. ആ മെത്രാൻ്റെ പതിപ്പുകളായിട്ടാണ് ഓരോ പള്ളികളിൽ അച്ഛന്മാർ ഐക്യത്തിൻ്റെ പതിപ്പുകളായിട്ട് സിമ്പിൾസായിട്ട് പ്രതീകങ്ങളായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ അനൈക്യത്തിൻ്റെ പ്രതീകങ്ങളും ആകാറുണ്ട് എല്ലാ സഭകളിലും. അതുപോട്ടെ. പക്ഷേ എന്ന് വരികിലും ഐക്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് നിൽക്കാനായിട്ടാണ് വൈദികരെയും മെത്രാന്മാരെയും സഭയിൽ കർത്താവായ ഈശോ മിശിഹ സ്ഥാപിച്ചത്. ഈശോ മിശിഹ തൻ്റെ പിൻഗാമിയായിട്ട് ഒരുവനെ ഏർപ്പെടുത്തുകയല്ല ചെയ്തത്. സാധാരണ മതസ്ഥാപകർ അങ്ങനെയാണ്. പക്ഷേ 12 പേരുടെ ഒരു കൂട്ടായ്മ, അതിനൊരു തലവൻ പത്രോസ് എന്ന രീതിയിലാണ് കർത്താവ് സ്ഥാപിച്ചത്. അതുതന്നെയാണ് എല്ലാ സഭകളിലും ഇപ്പോഴും തുടരുന്നത്. നമ്മുടെ യാക്കോബായ സുറിയാനി സഭയുടെ പത്രോസായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ പത്രോസായിട്ട് നമുക്ക് ഇപ്പോൾ ശ്രേഷ്ഠ ബാവായെ ലഭിച്ചിരിക്കുകയാണ്. ശ്രേഷ്ഠ ബാവായോട് ചേർന്ന് തിരുമേനിമാരും വൈദിക സംഘവും പ്രവർത്തിച്ച് ആ സഭയെ കർത്താവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ ഒന്നിച്ചുള്ള തീർത്ഥയാത്ര, സഭകളുടെ വ്യക്തിസഭകളുടെ ആ തീർത്ഥയാത്ര വിജയകരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. വളരെയേറെ വ്യക്തിസഭകളെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ശ്രേഷ്ഠ ബാവായിക്കുണ്ട്. മൂന്നാമത്തത്, ശ്രേഷ്ഠ ബാവായുടെ ഒരു വലിയ വിശാല ഹൃദയമാണ്. വളരെയേറെ സാമൂഹിക സേവന പദ്ധതികളും കാരുണ്യത്തിൻ്റേതായ പ്രവർത്തനങ്ങളും ഈ തിരുമേനി നമ്മുടെ ഭദ്രാസനത്തിലായിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ തിരുമേനിയുടെ വിശാല ഹൃദയം, പ്രത്യേകിച്ച് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള ആ സമീപനം, അത് നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ്. തിരുമേനിയുടെ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് എല്ലാവരെയും ഉൾക്കൊള്ളണമെന്ന്. അനുരഞ്ജനത്തിൻ്റെ ഒരു പ്രതീകമാണ് നമ്മുടെ വചനം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒന്നാമത്തെ
തോമസ് പ്രഥമൻ ബാവ തിരുമേനിയും ഇപ്പോഴത്തെ രണ്ടാമത്തെ ഈ ശ്രേഷ്ഠ ബാവായും രണ്ടുപേരും കനലിലൂടെ കടന്നു പോയവരാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയാലെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതുപോലെ വളരെയേറെ ദുഃഖങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നാണ് ഇവർ ഈ ശുശ്രൂഷയിലേക്ക് വന്നത്, ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാവായി. അതുകൊണ്ട് ഈ ശ്രേഷ്ഠ ബാവായുടെ അനുരഞ്ജനത്തിൻ്റെ സമീപനങ്ങൾ സഭയെയും ഐക്യത്തിൽ കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു സംശയവും എനിക്കില്ല. അതുകൊണ്ടുകൂടിയാണ് തിരുമേനിയുടെ സ്വീകരണങ്ങളിൽ പലയിടത്തും ഞാൻ പോയി എല്ലായിടത്തും കണ്ടത് ജനങ്ങളുടെ ആവേശമാണ്. എല്ലായിടത്തും വളരെയേറെ സ്നേഹത്തോടുകൂടി തിരുമേനിയുടെ ആശീർവാദം വാങ്ങിക്കാനുമൊക്കെയാണ്. കരിങ്ങാച്ചിറ പള്ളിയിലാണ് ആദ്യം പോയത്. പിന്നീട് പോയത് എറണാകുളം ടൗൺ ഹാളിലാണ്. ടൗൺ ഹാളിൽ തിരക്കിയ ആളുകളെ തിരുമേനിയെ അങ്ങോട്ടൊന്ന് സ്റ്റേജിൽ കൊണ്ടുവരാൻ പോലും പ്രയാസമായിരുന്നു. അപ്പോഴങ്ങനെയുള്ള ഈ ജനങ്ങളുടെ ആവേശം തിരുമേനിക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം തിരുമേനിയുടെ ഈ സവിശേഷതകളാണ്. അനുരഞ്ജനത്തിൻ്റെ മനോഭാവം, സൗമ്യത, ശാന്തത, സുസ്മേരനായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്ന ഒരു ആത്മധൈര്യം, സെൽഫ് കോൺഫിഡൻസ്. ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു സഭയുടെ അധ്യക്ഷന് ആത്മവിശ്വാസമില്ല എന്ന് വരികയിൽ പരാജയപ്പെട്ടു. അപ്പോഴങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി പിതാവ് മുന്നേറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സമീപനം നമുക്കുണ്ടാകണം. ഒരിക്കലെ പാലാ രൂപതയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത്ര വലുതല്ല, ചെറുത്. ഒരു പള്ളിയുടെ മുഖവാരം എല്ലാം വിണ്ടുപോയി. അപ്പോൾ അവിടുത്തെ വികാരിച്ചനോട് ബിഷപ്പിൻ്റെ അടുത്ത് ചെന്നു. ബിഷപ്പിനോട് പറഞ്ഞു, പിതാവേ ഭൂകമ്പത്തിൽ എന്നെ പിതാവ് ചോദിക്കുക, ഭൂകമ്പമോ? അദ്ദേഹം കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ആൾത്താര കിടന്ന് കുലുങ്ങിയതൊക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിലും അച്ഛനോട് ചോദിച്ചു ഭൂകമ്പം. പിന്നെ അച്ഛൻ പറഞ്ഞു, ഈ പള്ളിയുടെ എന്ത് വിണ്ട് കീറിയാലും ലോകം തുടരും, സഭ തുടരും, നമ്മളെല്ലാവരും തുടരും അച്ഛാ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം പ്രാപിക്കും എന്ന് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ചെന്ന് തിരുമേനി ആശ്വസിക്കും. അപ്പോൾ ഇതാണ് ഒരു ആത്മധൈര്യം. എന്തു വന്നാലും ദൈവത്തിന് അതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പരിശ്രമം അപൂർണമായിട്ട് വിജയിച്ചില്ലെങ്കിലും സഭ അത് ഏറ്റെടുത്ത് പരിഹരിച്ചുകൊള്ളും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ ഈ ബാവ തിരുമേനിക്കുണ്ട്. അതുകൊണ്ട് യാക്കോബായ സുറിയാനി സഭാംഗങ്ങളായിട്ടുള്ളവരോടും ഇപ്പോൾ എന്നെ ശ്രമിക്കുന്നവരായിട്ടുള്ളവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. തീർച്ചയായിട്ടും ശ്രേഷ്ഠ ബാവായുടെ ശുശ്രൂഷ കാലത്ത് സഭയിൽ കൂടുതൽ ഐക്യവും അതുപോലെ തന്നെ സഭകൾ തമ്മിലും കൂടുതൽ ഐക്യവും ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പ്രസംഗം അല്പം നീട്ടി എന്ന് വരികിലും നിങ്ങളത് ഏറെക്കുറെ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് സഭാംഗങ്ങളെല്ലാവരും മിശിഹായിൽ ഐക്യപ്പെട്ടിരിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഒന്നിച്ചു മുന്നേറാം. നാം ആരും ഭിന്നിച്ച് നിൽക്കേണ്ടവരല്ല, എല്ലാവരും ഒന്നിച്ചു മുന്നേറേണ്ടവരാണ്. ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ച് ഏത് സഭയിലുള്ള വൈദികരായാലും, യാക്കോബായക്കാർ, ഓർത്തഡോക്സുകാർ, മാർത്തോമക്കാർ, CSIക്കാർ ഒക്കെ ആയാലും അച്ഛനെ ഞാൻ എൻ്റെ സഭയിലെ അച്ഛന്മാരെ കാണുന്ന പോലെ കാണണമെന്നുള്ള ഒരു നിർബന്ധത്തോടു കൂടി പരിചയപ്പെടുകയും സംസാരിക്കാറും ചെയ്യാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് വളരെയേറെ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അവരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. കാരണം നാം എല്ലാവരും ഒരുവനെ ശുശ്രൂഷിക്കുന്നു, ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നു, സഭാമക്കൾക്ക് സേവനം ചെയ്യുന്നു. നമ്മെ ഐക്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അരൂപി അതൊന്നേ ഒന്നാണ്. ആ ഒരേ അരൂപിയിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. ഏതായാലും ഇപ്രകാരം ഈ നസ്രത്ത് മാർത്തോമ ദേവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് മാർ ജോസഫ് തിരുമേനിക്ക് ഇപ്രകാരമുള്ള ഒരു സ്വീകരണം സംഘടിപ്പിച്ചതിൽ എന്നോട് ബന്ധപ്പെട്ട എല്ലാവരെയും, ഇവിടുത്തെ വികാരിച്ചനെ പ്രത്യേകം, അദ്ദേഹമാണ് നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്ത് സംസാരിച്ചത്. ബഹുമാനപ്പെട്ട ഇവിടെ പ്രാർത്ഥിച്ച അലക്സാണ്ടർ ജോർജിനെയും അതുപോലെ തന്നെ പ്രകാശ് പി ജോണിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകളോടെ നമ്മുടെ ഈ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി. താങ്ക് യു തിരുമേനി. പലരാം നമ്മൾ ക്രിസ്തുവിൽ ഒരേ ശരീരം എന്ന ഗാനം ആലപിക്കുന്നതിനായി നസറത്ത് മാർത്തോമ ചർച്ച് കൊയറിനെ ക്ഷണിക്കുന്നു.